പ്രഭാതഭേരി. ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസേഴ്സിന്റെയും അടിയന്തര ശ്രദ്ധയ്ക്ക്. മദ്രാസ് ആർമി ബേസ് സ്റ്റേഷനിൽ നിന്നും 2 പൈലറ്റുമായി പുറപ്പെട്ട ചേതക് വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ നമ്മുടെ ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിന് യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിയന്തര ലാൻഡിംഗ് പ്രതീക്ഷിക്കുന്നതിനാൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ആംബുലൻസ് സൗകര്യം കരുതേണ്ടതാണ്. എല്ലാ സ്റ്റേഷനുകളും ജാഗ്രത പുലർത്തുവാൻ ശ്രദ്ധിക്കുക. ഐ റിപ്പീറ്റ്, എല്ലാ സ്റ്റേഷനുകളും ജാഗ്രത പുലർത്തുവാൻ ശ്രദ്ധിക്കുക. അടിയന്തര സാഹചര്യമുണ്ടായാൽ ജനങ്ങൾ പരിഭ്രാന്തരാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പഠിച്ച എല്ലാ സ്റ്റേഷനിലും റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. ഓവർ. ദാ അവിടെ ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചേട്ടാ, ചേട്ടാ. ആരാ? എന്താ സാറന്മാരെ, എന്താ ഈ സമയത്ത്? ചേട്ടാ, ഞങ്ങൾ ഇന്ത്യൻ ആർമിയിലെ 2 പൈലറ്റുമാരാണ്.
ഇത് ക്യാപ്റ്റൻ രൺദീപ് സിംഗ്, ഞാൻ ക്യാപ്റ്റൻ സാംജി ഫിലിപ്പ്. ഞങ്ങളുടെ ഹെലികോപ്റ്റർ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇവിടെ ലാൻഡ് ചെയ്യേണ്ടി വന്നു. ദാ അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിച്ചിട്ടുണ്ട്. ടെക്നീഷ്യൻസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തെങ്ങും മറ്റൊരു വീടും കണ്ടില്ല. അതാ ഇങ്ങോട്ട് വന്നത്. ഓഹ്, ആശ്വാസം. അതിനെന്താ സാറേ, ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു. ഈ ചുറ്റുവട്ടത്ത് അധികം വീടുകളൊന്നുമില്ല. ഈ കുന്നിമുകളിലൊക്കെ താമസിക്കാൻ ആർക്കാണ് താല്പര്യം? എല്ലാവരും സിറ്റിയിലേക്ക് മാറുകയല്ലേ. വാവ്, ബ്യൂട്ടിഫുൾ. എന്തു നല്ല ഭംഗിയാണ് നിങ്ങളുടെ നാടിന്. സാറ് കുറച്ചുനാൾ മുമ്പ് വരണമായിരുന്നു, തണുപ്പ് കാലത്ത്. ഈ സമയത്തൊന്നും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല, അതുപോലെ തണുപ്പാണ്. പിന്നെ ഈ കുന്നും മലയും പക്ഷികളുടെ പാട്ടും. അതുകൊണ്ടല്ലേ സാറന്മാരെ ഞാനും എൻ്റെ കുടുംബവും ഇവിടം വിട്ടു പോകാത്തത്. എടി മോളമ്മേ, നീ 2 ചായ ഇങ്ങെടുത്തേ. കേട്ടോ സാറേ, ദാ ഇവനാണ് ഞങ്ങളുടെ രാവിലത്തെ പാട്ടുകാരൻ. Nini sa 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 sari ni sa 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 ni sare re mama papa ni da ba ma pa ni sare ni sari ni da pa ni da pa ma ga re ma ga sa ni sa മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണിപ്പേലിയൊന്നു നീയരികേ ഏഴെല്ലാം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയോ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ 7 വർണ്ണവും നീ അണിയൂ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും ആരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ സാറേ, ഇതാണ് എൻ്റെ കൊച്ചു കുടുംബം. ഇത് ഞങ്ങളുടെ ടെസ്സമ്മ, ടെസ്സ. ഇത് അപ്പായുടെ ജീയന്ന. ഇത് ഇവരുടെ അമ്മ മോളമ്മ. ചാച്ചൻ എന്ത് ചെയ്യടി? ചാച്ചനെ വെട്ട് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ചാച്ചൻ, പേര് കൊച്ചൗസേപ്പ്. ചാച്ചാ, ഇത് ഇന്ത്യയുടെ 2 പട്ടാളക്കാരാണ്. ഇവരുടെ ഹെലികോപ്റ്റർ തകരാറിലായിട്ട് നമ്മുടെ കരോട്ടെ ചതുപ്പിലിറക്കിയിട്ടുണ്ട്. സാറ് മലയാളിയല്ല അല്ലയോ? ഹാഫ് മലയാളി. എൻ്റെ അച്ഛൻ പാലക്കാട്ടുകാരനാണ്. ഞങ്ങൾ പഠിച്ചതും വളർന്നതുമെല്ലാം പഞ്ചാബിലാണ്. മലയാളം അറിയാം. ആ, പഞ്ചാബ് അതങ്ങ് വടക്കല്ലയോ? ഇവിടുന്ന് ഒത്തിരി ദൂരെയല്ലയോ? ദൂരമുണ്ടെങ്കിലും പഞ്ചാബ് കേരളം പോലെ തന്നെയാണ്. കഴിഞ്ഞ മാസം എൻ്റെ ബഹന്റെ സഹോദരി, സഹോദരിയുടെ വിവാഹത്തിന് സാംജിയും വന്നിരുന്നു. ഇല്ലേ സാംജി, എങ്ങനെയുണ്ട് പഞ്ചാബ്? അത് പിന്നെ പറയാനുണ്ടോ സാബ്, സൂപ്പർ അല്ലേ. ഇന്ത്യയുടെ തലപ്പാവല്ലേ നമ്മുടെ പഞ്ചാബ്. रंग दा कसूर एक तकनी दे नाल कर दिल चूर है हाय तेरा नी
അല്ല, സാറിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട് ഇടുക്കിയിലാണ്, അങ്ങ് രാജാക്കാട്. അപ്പാ, ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിന് പോയിട്ട് വരാവേ. ജിയന്ന, മാസ്ക് ശരിക്ക് വെച്ചിട്ട് പോമോളെ. ആഹാ, രണ്ടുപേരുടെ നല്ല അടിപൊളി മാസ്ക് ആണല്ലോ. അത് കഴിഞ്ഞ ദിവസം റാന്നിന്ന് മേടിച്ചതാ. ആ, കഴിഞ്ഞ 2 വർഷം നമ്മുടെ ജീവിതം ഈ മാസ്കിന്റെയും സാനിറ്റൈസറിന്റെയും ലോകത്തല്ലേ. നേരെ ജീവേ, പള്ളിയിൽ പോകാൻ പോലും പറ്റുകയില്ലായിരുന്നു. കുർബാന പോലും മൊബൈലിൽ കൂടെ അല്ലായിരുന്നു. പിള്ളേരുടെ പഠിത്തമാണ് ഏറ്റവും ബുദ്ധിമുട്ടിലായത്. ഈ ഓൺലൈൻ പഠനം. ഈ മാരക വൈറസിനെ തോൽപ്പിക്കാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും മറ്റും മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു. അവരെ സമ്മതിക്കേണ്ടതാണ്. ആരോരും അറിയാതെ ഘോരമായൊരു വിപത്തായ ആരും വിളിക്കാതെ ആരോരും അറിയാതെ ഘോരമായൊരു വിപത്തായണഞ്ഞു നീ. എത്ര ജീവൻ നീ എടുക്കുന്നു നിർദ്ദയം, എത്ര പോരാളികൾ വീഴുന്നനുദിനം, എത്രമേൽ ഭീകരം താണ്ഡവ നർത്തനം, ശത്രുവേ നിന്നെ തകർത്തിടും നിശ്ചയം. ചക്രവാളത്തിന്റെ സീമ ഭേദിക്കുവാൻ, ദൃഷ്ടിക്കുമപ്പുറം ദിക്കുകൾ താണ്ടുവാൻ, ആകാശഗോളങ്ങളും മാനമാടുവാൻ, ആകാശഗംഗയോളം വളർന്നെത്തുവാൻ. ചൈനയിലെ വഹാനിലോ മറ്റോ തുടങ്ങിയ ഒരു വൈറസ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാന്ന് വെച്ചാല് ഭയങ്കരം. ചൈനയൊക്കെ കോവിഡിനെ മറന്ന് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി. അതേന്നേ, അവരുടെ സന്തോഷങ്ങളും നേട്ടങ്ങളും തിരികെ പിടിക്കാൻ അതിവേഗം സഞ്ചരിച്ചു തുടങ്ങി.
ടോമിച്ചായോ, കുഞ്ഞുങ്ങളെ കാണുന്നില്ലല്ലോ. ആ ചെറിയ പാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പോയതാ. അത് ഇതുവരെ ഒന്ന് നന്നാക്കിയിട്ടില്ല. തോട്ടിലാണെങ്കിൽ നിറയെ വെള്ളവുമുണ്ട്. നീ വിഷമിക്കാതെ കൊച്ചേ, അതുങ്ങൾ ഇങ്ങ് വരും. അതുങ്ങൾ ഇന്നും ഇന്നലെയായിട്ടാണോ തോട് മറുകര കിടക്കുന്നത്? കൊച്ചുങ്ങളെ കണ്ടില്ലേ പിന്നെ അവക്ക് ആദ്യ. അത് പിന്നെ എല്ലാ തള്ളന്മാരും അങ്ങനല്ലേ, കുഞ്ഞുങ്ങളല്ലേ അവരുടെ ലോകം. महक जाऊं मैं आज तो ऐसे, फूल बगिया में महके हैं जैसे, बादलों की मैं और चुनरिया, झूम जाऊं मैं बन के बाबरिया, अपनी चोटी में बांध लो दुनिया। दिल है छोटा सा, छोटी सी आशा, मस्ती भरे मन की भोली सी आशा, चांद तारों को छूने की आशा, आसमानों में उड़ने की आशा। दिल है छोटा सा, छोटी सी आशा, मस्ती भरे मन की भोली सी आशा। स्वर्ग सी धरती खिल रही जैसे, मेरा मन भी तो खिल रहा ऐसे, कोयल की तरह गाने का अरमान, मछली की तरह मचलो अरमान, जवानी है लाही रंगीन सपना। दिल है छोटा सा, छोटी सी आशा, मस्ती भरे मन की भोली सी आशा, चांद तारों को छूने की आशा, आसमानों में उड़ने की आशा। എടി മോളമ്മേ, എന്തോ? നിങ്ങൾ വരുന്നില്ലേടി? ചേച്ചി പൊക്കോ, ഞാൻ വന്നേക്കാം. കുറച്ച് താഴെ ഒരു വീടുണ്ട്, അവിടുത്തെ ഗിരിജയാ. ഇവിടെ അടുത്തൊരു LP സ്കൂളുണ്ട്. ഇന്ന് അവിടെ പിള്ളേരുടെ പരിപാടി എന്തൊക്കെയോ ഉണ്ട്, അവർ കാണാൻ പോവാ. 2 വർഷം ഓൺലൈൻ ക്ലാസ്സിലിരുന്ന പിള്ളേരല്ലേ, എന്തൊക്കെ കാണണോ ആവോ. ഞങ്ങളുടെ വീട്ടിൽ പുതിയ റോഡ് വീലർ പട്ടീനെ മേടിച്ചു. നീ നാളെ വീട്ടിലേക്ക് വാ.
ആ പട്ടി കടിക്കോ? അതറിയാനാ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. എടാ നീ വളി പഠിക്കുന്ന സമയത്ത് വല്ല പഠിക്കാൻ നോക്കൂ. ഇത്തവണ നീ തോറ്റാൽ 7ാം ക്ലാസ്സിൽ തന്നെ 2ാം വർഷം പഠിക്കേണ്ടി വരും. എന്നാലും എന്റെ ചേച്ചിനെ കാട്ടും ഭേദമാണ് ഞാൻ. അതെന്താടാ? എന്റെ ചേച്ചി ഇപ്പോഴും ബികോം 3ാം വർഷമാണ് പഠിക്കുന്നത്. പിന്നെ ഞാനെന്താ 7ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിച്ചാ കുഴപ്പം? നീ വല്ല എഴുതിയായിരുന്നോടാ പരീക്ഷയ്ക്ക്? എഴുതി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുന്നേ ടീച്ചറേ. ടീച്ചർ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. അയ്യോ ടീച്ചർ വരുന്നു. ദൈവമേ, പേപ്പർ കയ്യിലുണ്ട്. ചെവിക്കല്ല് പൊട്ടി. ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ തരാൻ പോവുക. പേര് വിളിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. ഓ പിന്നെയും അഭിനവ് കേസി. ഇന്നാ നിന്റെ പേപ്പർ. ഹാൻഡിൽ വിത്ത് കെയർ. എന്തിനാ ടീച്ചർ? സൂക്ഷിച്ചു പിടിക്കണം. മൊട്ടയാ, താഴെ വീണ പൊട്ടും. ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ. 3 കാര്യങ്ങൾ മാത്രം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാ അതിനുള്ള മാർക്കെങ്കിലും താ. ആ 3 കാര്യങ്ങള് നിന്റെ പേര്, റോൾ നമ്പർ, ക്ലാസ്. ബാക്കി എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റി ചോദിച്ചപ്പോ നീ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പിന്നെ പരിഷ്കാരികളെ കാണാൻ എനിക്ക് കലിപ്പ. എന്റെ പൊന്നോ നമിച്ച് ഇരയുടെ അവിടെ കാണാൻ പോയി. ആ അടുത്തത് പ്രണവ് പി. ടീച്ചർ 50ൽ 4.5 മാർക്ക്. ആ പുരോഗമനമുണ്ട്. ആഹ്ലാദ് കുമാർ. പറ ടീച്ചറെ. നിനക്ക് ആഹ്ലാദിക്കാനുള്ളതുണ്ട്. എന്താ ടീച്ചറെ, ഞാൻ ജയിച്ചാ? ഇല്ല, നിനക്ക് ആദ്യമായിട്ട് 1/2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 1/2 മാർക്കെങ്കിൽ 1/2 മാർക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അത് നീ പഠിച്ച് മേടിച്ചെന്ന് വിചാരിക്കണ്ട. ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന മഷിയുടെ വിലയാന്ന് കരുതിയാ മതി. അടുത്തത് വരുൺ. യെസ് ടീച്ചർ. 50ൽ 49 മാർക്ക്. അയ്യോ 49. ഞാൻ 50 മാർക്കിന് എഴുതുക ടീച്ചറെ. സാരമില്ല മോനെ, അടുത്ത തവണ നമുക്ക് 50ൽ 50 മേടിക്കാം കേട്ടോ. എന്നാലും ടീച്ചറെ എന്റെ ഒരു മാർക്ക് പോയി. ആ 1 മാർക്കെങ്കിലും ബാക്കിയുള്ളവന് കിട്ടിയാ മതിയായിരുന്നു. എന്റെ ഒരു മാർക്ക് പോയി. കണ്ടോ കോർപ്പറേറ്റ് കുത്തകളുടെ പട്ടിഷോ? അവന്റെ 1 മാർക്ക് പോയെന്ന്. സൈലൻസ്. എല്ലാവരുടെയും പേപ്പർ കിട്ടിയല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. ടീച്ചറെ, നമ്മുടെ പഴയ സെക്യൂരിറ്റി അങ്കിളിനെ ഇപ്പൊ കാണാനില്ലല്ലോ. എന്ത് പറ്റി? അങ്കിൾ എവിടെ പോയി? അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. എന്തിനാ ടീച്ചറെ പിരിച്ചു വിട്ടത്? +2ന്റെ പരീക്ഷയ്ക്ക് വന്ന പിള്ളേരുടെ ഹാൾ ടിക്കറ്റ് വലിച്ചു കീറിയതിന്. സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന മാമനെയൊക്കെ പിടിച്ച് സെക്യൂരിറ്റി ആക്കിയതാ ഇങ്ങനെ ഇരിക്കും. പൊന്നാരെ
ഇവിടെ ടോമിയെ ആ റേഡിയോ ഒന്ന് വെച്ച് ഹെലികോപ്റ്ററിൻ്റെ കാര്യം ഏതാണ്ട് വാർത്ത പറയുന്നുണ്ടെന്ന് നമ്മുടെ തെക്കേരെ വറീത് പറഞ്ഞടാ. പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയ്ക്കടുത്ത് ഇന്ത്യൻ ആർമിയുടെ ചേതക് ഹെലികോപ്റ്റർ അടിയന്തര സാഹചര്യത്തിൽ ലാൻഡ് ചെയ്തു. യന്ത്ര തകരാറ് മൂലമാണ് അടിയന്തര ലാൻഡിംഗ് എന്നും കേടുപാടുകൾ പരിഹരിച്ച് ഇന്നു തന്നെ പറന്നുയരുമെന്നും അധികൃതർ അറിയിച്ചു. കണ്ടു, ഞാൻ പറഞ്ഞില്ലേ. ഗാർഹിക പീഡനത്തെ തുടർന്ന് കേരളത്തിൽ വീണ്ടും ആത്മഹത്യ. കോലഞ്ചേരി സ്വദേശിനിയായ മിത്രയാണ് സ്ത്രീധനത്തിന്റെ ബാക്കി തുക നൽകിയില്ലെന്ന പേരിൽ ഭർത്തൃവീട്ടുകാരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത്. ഹോ, ഈ ഏർപ്പാട് എന്നാണോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാകുന്നത്? പെൺമക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുന്ന അച്ഛനമ്മമാരോട് വിലപേശി പെൺമക്കളെ വാങ്ങുന്ന ഈ സംസ്കാരം. നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺപൊരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺപൊരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവന്നവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാനടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ. ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭഗം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി ആരിമഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി ആമിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും.
അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യരിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. കാർഗിലിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഇന്നലെ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ 3 ജവാന്മാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഒരാൾ ഗ്രാമവാസിയാണ്. എന്റെ ദൈവമേ, ഇതിനൊരു അവസാനമില്ലേ? ഞങ്ങൾ പട്ടാളക്കാരുടെ ജീവിതം ഇതാണ്. ഓരോ സെക്കൻഡും ഒരു വെടിയച്ച എക്സ്പെക്ട് ചെയ്താണ് ഞങ്ങൾ കഴിയുന്നത്. നിങ്ങൾ പേടിക്കേണ്ട. ഈ നാടിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാം. ഞങ്ങളുണ്ട് നിങ്ങൾക്ക് കാവൽ. अब जाके कहीं हमने सर पे ये केसरी रंग सजाया है. ऐ मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे. महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे ना रहे. मेरी ज़मीं महबूब मेरी मेरी नस नस में तेरा इश्क बहे. फीका ना पड़े कभी रंग तेरा जिस्मों से निकल के खून कहे. ആ, മക്കള് വന്നോ? ഇന്നത്തെ ഡാൻസ് പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി പഠിച്ചോ രണ്ടുപേരും? അമ്മേ, അമ്മ അറിഞ്ഞോ ഈ ജിയന്ന മോൾ ഇന്ന് ഡാൻസ് കളിക്കുന്നതിനിടയിൽ വീണമ്മേ. ചേച്ചി, ഡാൻസ്? എന്തു ഡാൻസ് ആണ്? ഇതുപോലെയാണോ? അല്ല, ഇത് ഞങ്ങളുടെ സൺഡേ സ്കൂൾ വാർഷികത്തിന് വേണ്ടി പഠിക്കുന്നതാ. എന്നാലൊന്ന് കളിച്ചേ, ഞങ്ങളോടൊന്ന് കാണട്ടെ. അയ്യോ, ഞങ്ങൾ മാത്രമല്ല കളിക്കുന്നത്, കുറേ പേരുണ്ട്. എല്ലാവരും ഉണ്ടെന്ന് കരുതി അങ്ങ് കളിക്കൂ. ഞങ്ങളൊന്ന് കാണട്ടെ. സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം.
കഥകൾ പോയി 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 മൂവാണ്ടൻ മാവും പോയി 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 മുത്തശ്ശി കഥകൾ പോയി മൂവാണ്ടൻ മാവും പോയി മുറ്റങ്ങളില്ലാതായി സ്നേഹം കാണാതായി ബാല്യം ഞങ്ങൾക്കിന്നു നോവും മുഴായി വേനൽ പൂവായി ആകാശം കാണാനിഷ്ടം നക്ഷത്രം ചൂടാനിഷ്ടം കിളികളെ മാടി വിളിക്കാനൊത്തിരി നൂറിഷ്ടം കിളിപോൽ പാറാനിഷ്ടം കളിച്ചിരിയൂടാനിഷ്ടം കഥകൾ കേട്ടു വളരാനെന്തെന്തിഷ്ടം അങ്കിളേ, അങ്കിളിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ഭാര്യയും മകനും. പേരൻസ് മരിച്ചുപോയി. സാബ്, ഇന്ന് സാബിന്റെ ഭാര്യ വിളിച്ചില്ലല്ലോ. സാധാരണ ദിവസം 3 തവണയെങ്കിലും വിളിക്കുന്നതാണല്ലോ. അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യ. നിങ്ങൾ മലയാളികൾക്കല്ലേ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ മടി. മലയാളികൾ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളും അത്യാവശ്യം മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലക്കാർ അല്ലേ ടോമി ചേട്ടാ? ആ പഴയ കാലം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേറാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കുട്ടി കാത്തിരിക്കും നേരം വന്ന് ചില്ലം ചില്ലാല ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം Malama pita pita de
ഇവിടെ അടുത്ത് പള്ളിയുണ്ടോ? ആ, അത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ്. പക്ഷേ 3 കിലോമീറ്റർ അകലമുണ്ട്. 3-4 കുന്നുകൾക്കപ്പുറത്താണ്. ചെറിയ പാലം പോയതിൽ പിന്നെ ചുറ്റിത്തിരിഞ്ഞു വേണം പോകാൻ. ഒത്തിരി ആളുകളൊക്കെ ഉണ്ടോ? ഞാൻ അറിയത്തറ അരുവിത്തുറ. ആ, അറിയത്തറ പള്ളിയിൽ പെരുന്നാൾ കണ്ടിട്ടുണ്ട്. അത്രയും ആളുണ്ടോ? ഏയ്, ഞങ്ങളുടെ ഒരു ചെറിയ പള്ളിയാണ്. 100 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ ഉള്ളവരെല്ലാം ഒറ്റ മനസ്സുള്ളവരാണ്. കഴിഞ്ഞ പ്രളയത്തിന് പാലം വെള്ളത്തെ പോയപ്പോൾ അരിയും സാധനങ്ങളുമായി ഈ കുന്നു കയറി വന്നു എല്ലാവരും കൂടെ. കഴിഞ്ഞ ക്രിസ്മസൊക്കെ എന്തോ ആഘോഷമായിരുന്നെന്നോ. ഇവിടുത്തെ പിള്ളേരും ചെറുപ്പക്കാരും അമ്മമാരും ഒക്കെ സൂപ്പറാണെന്നേ. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിയാണ്. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ക്രിസ്മസ് കലാസന്ധ്യ ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയല്ലേ? അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ദൈവപുത്രന് സ്തുതിഗീതങ്ങൾ പാടാൻ സദാ സന്നദ്ധരാണ് സ്വർഗത്തിലെ മാലാഖമാർ. സംഗീതത്തിന്റെ വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കാൻ ഭൂമിയിലെ മാലാഖമാരായ നമ്മുടെ ഗായക സംഘത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സർവശക്തനായ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഹല്ലേലൂയ ഗീതികളുമായി ഈശോയെ വാഴ്ത്തിപ്പാടാൻ നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹാലേലൂ ഹല്ലേലൂയ ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹാലേലൂ ഹല്ലേലൂയ. കൂട്ടരെ കേട്ടുവോ സ്വർഗത്തിൽ നിന്നൊരു വാർത്ത, ഉള്ളം തുളുമ്പി തുളുമ്പുന്ന വാർത്ത, ഉള്ളം തുളുമ്പി തുളുമ്പുന്ന വാർത്ത. ആകാശക്കൂടാരം കാണാൻ ആശിച്ചിടുന്നോർക്കെല്ലാം ആകാശവിലാപ്പിലൂടെ ഈശോ ഒരുക്കുന്ന യാത്ര. ആകാശക്കൂടാരം കാണാൻ ആശിച്ചിടുന്നോർക്കെല്ലാം ആകാശവിലാപ്പിലൂടെ ഈശോ ഒരുക്കുന്ന യാത്ര. ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹാലേലൂ ഹല്ലേലൂയ. കീശയിൽ കാശൊന്നും വേണ്ടെന്നേ ഈ യാത്രയ്ക്ക് പോകാലോ. കാഴ്ചകൾ കാണാൻ ക്യൂവിൽ നിന്ന് പാസെടുക്കാൻ പോകണ്ട നീ. ചില്ലിട്ട വണ്ടിയിൽ ബ്രേക്ക് അടിച്ച് ബ്ലോക്കായി ബോറടിച്ച് പോകണ്ട നീ. ചില്ലിട്ട വണ്ടിയിൽ ബ്രേക്ക് അടിച്ച് ബ്ലോക്കായി ബോറടിച്ച് പോകണ്ട നീ. മാലാഖമാരുടെ സ്വർണ്ണച്ചിറകിലേറി പറന്നങ്ങ് പോകാലോ. ചാഞ്ചക്കമാടി ആലോലമാടി കാഴ്ച കണ്ട് രസിക്കാലോ. ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹാലേലൂ ഹല്ലേലൂയ. മാലാഖമാരുടെ ചിറകിലിരുന്ന് സ്വർഗീയ കാഴ്ചകൾ കാണാം. നന്മ നിറച്ചിടേണം, പാപത്തിൻ ഭാരം കുറച്ചിടേണം. ആകാശവീടൊന്നു കാണാനാ തമ്പുരാനെ ദർശിക്കുവാൻ. ആകാശവീടൊന്നു കാണാനാ തമ്പുരാനെ ദർശിക്കുവാൻ. വിശുദ്ധിരക്കൂട്ടായ തൂവെള്ളക്കുപ്പായം എല്ലാരും അണിഞ്ഞിടണം. സ്നേഹത്തിൻ പാസം തൂവെള്ളക്കുപ്പായം സ്വന്തമായി വേണമെന്നേ. ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹാലേലൂ ഹല്ലേലൂയ. ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹലോ 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 ഹാലേലൂയ ഹാലേലൂ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു കിടിലം മാർഗം കളിക്കായി നമ്മുടെ ഈ വേദി ഒരുങ്ങുകയാണ്. അതിനായി താഴത്തു വീട്ടിൽ അന്നാമ്മച്ചേട്ടത്തെയും മരുമക്കളായ റോസമ്മയും ട്രീസാമ്മയും കച്ചമുറുക്കി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്കവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. ഒപ്പം കളപ്പുരയ്ക്കൽ ശോശാമ ചേട്ടത്തിയും മക്കളായ മോളിക്കുട്ടിയും ഏലിക്കുട്ടിയും ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവരോടെല്ലാം കട്ടയ്ക്ക് നിൽക്കാനായി ആഞ്ഞിലിമണ്ണിൽ വീട്ടിലെ ഉശിരുള്ള നാത്തൂന്മാർ ഡെയ്സിയും റീത്തയും ലവ്ലിയും ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ചക്കര കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്നു നടുവൊടിക്കും. എന്താ അവിടെ ഒരു ബഹളം? ആഹാ, മാതൃവേദിയിലെ നമ്മുടെ ചുണക്കുട്ടികളല്ലേ അത്? നിങ്ങളും കേറുന്നുണ്ടോ? ഇനി നിങ്ങളായിട്ട് കുറയ്ക്കണ്ട, കേറി പോരുന്നേ. അപ്പൊ എല്ലാരും റെഡിയായ സ്ഥിതിക്ക് നിങ്ങളങ്ങ് തകർക്കുന്നേ. വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി, അഞ്ജനവും കസ്തൂരിയും തിരുത്തി, ചമയിച്ചു നല്ല ചന്തം വരുത്തി, വെള്ളയും കരിമ്പടവും വിരുത്തി, പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി, വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി. വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി. വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി വരത്തി. നാളെയാണ് പെൺകൊടിക്ക് സന്ദേശരിൻ ഈശൻ വിധിച്ചത് പൂക്കാലി, മിന്നുമണി പൂക്കാലി, മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂക്കാലി, കൊരുക്കണം പൂക്കാലി. എന്നാൽ ഞങ്ങൾ പോകുകയാണ്. ഒരു പ്രത്യേക ദൗത്യവുമായി വന്ന ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ കരുതലിനും സ്നേഹത്തിനും നന്ദി. ഞങ്ങൾക്ക് പോകാനുള്ള കോപ്റ്റർ റെഡിയാണ്. നിങ്ങളുടെ ഈ നാടും ഈ നാട്ടുകാരും സൂപ്പറാണ്.
നമുക്കിനിയും കാണാം. കുട്ടികൾ എവിടെ? അവരാ തോടിന്റെ കരയിലെങ്ങാണ്ടുണ്ട്. എന്നും പതുവുള്ളതാ ഉച്ച കഴിഞ്ഞേ ഒരു കളിക്കാൻ പോക്ക്. അവരോട് പറയണം, ഈ ചോക്ലേറ്റും അവർക്ക് കൊടുക്കണം കേട്ടോ. मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन. मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन, मेरी चाहते तो फिजा में बहेंगी, जिंदा रहेंगी होके फना. तननना तुम, तननना तुम, तननना तुम, तननना तुम, ताना तेरे ना. मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना. साथी रे मर के भी तुझको चाहेगा दिल, तुझे ही बेचैनियों में आएगा दिल. साथी रे मर के भी तुझको चाहेगा दिल, तुझे ही बेचैनियों में आएगा दिल. मेरे गीसों के साए में तेरी राहतों की खुशबू है, तेरे बगैर क्या जीना. मेरे रोम रोम में तू है, मेरी चूड़ियों की खन खन से तेरी सदाएं आती है. ये दूरियां हमेशा ही नजदीक हम बुलाती है. ओ पिया सानिधा निधमा मगसनि धनि सगमा. मगसनि धनि सग मगसनि धनि सगम ग म ग सनि ध मग मदनि सनि ध मग मदनि सा नि ध नि धनि स धनि स धनि स धनि स मदनि 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 धनि स धनि स धनि स मदनि 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 स मदनि स मदनि स मदनि स सनि ध म सनि ध म सनि ध म सनि ध म मम ग ग स सनि नि स सनि नि ध ध नि नि स सनि नि ध ध मम ग ग स सनि नि ध ध धनि स स स नि ध स स स म ध स स स. मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना. അപ്പ അപ്പ തോട്ടിലെ വെള്ളത്തില് ജീന വീണപ്പ. എന്റെ കർത്താവേ, മോളെ കണ്ണു തുറക്കും, മോളെ കണ്ണു തുറന്നേ. അമ്മേ, എന്റെ പൊന്നു മോളെ.
എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾ ഇവിടെ വന്നത് യാദൃശികമായിട്ടല്ല, ഒരു നിമിത്തമാണ്. ദൈവം തമ്പുരാൻ എന്റെ പൊന്നുമോളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ പറഞ്ഞു വിട്ടതാ. സാറന്മാരെ, വർഷങ്ങളായി ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ പുണ്യാളന്റെ കഴുന്നെടുക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ ഈ നാടിനെയും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ ആ ഗീവറീസ് പുണ്യാളൻ ഞങ്ങളെ കൈവെടിയല്ല. പുണ്യാളൻ? ആ പുണ്യാളൻ സാമൂഹിക അനാചാരങ്ങൾക്ക് അറുതി വരുത്തി അശരണർക്ക് ആശ്വാസമായി 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം AD 283 റോമൻ പടത്തലവന്റെ പുത്രനായി പ്രഭു കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഗീവർഗീസ്, ഒരു പുരുഷായുസ് കൊണ്ട് നേടാവുന്ന ജീവിത വിശുദ്ധി കേവലം തന്റെ 23-ാം വയസ്സിൽ നേടിയെടുത്ത വിശുദ്ധൻ. അക്കാലത്ത് റോമ പട്ടണത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും അപ്പാടെ ഭക്ഷിക്കുന്ന ഒരു മഹാസർപ്പം പ്രത്യക്ഷനായി. ഭയചകിതരായ റോമാക്കാർ മനുഷ്യവംശം ഒന്നടങ്കം നശിക്കാതിരിക്കാൻ സർപ്പത്തിന് ആവശ്യമായ ഭക്ഷണവും കന്യകയായ ഒരു പ്രഭുകുമാരിയെ നൽകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സർപ്പത്തിന് ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ട കന്യക മനമൊരുകി പ്രാർത്ഥിച്ചു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ അംഗവും ഉറച്ച ക്രിസ്തുവിശ്വാസിയുമായിരുന്ന ഗീവർഗീസ് ആ ഭീകര സത്വത്തിന്റെ മുമ്പിലെത്തി അതിനെ വധിച്ചു. ഈ ചിത്രമാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വീടുകളിലും പള്ളികളിലും കുരിശുപള്ളികളിലും സ്ഥാപിച്ച് മധ്യസ്ഥം അപേക്ഷിക്കുന്നത്. ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ പുണ്യാള എന്ന്. ഒരു നാടിന്റെ കഷ്ടപ്പാടിലാണ് പുണ്യാളൻ രക്ഷകനായതെങ്കിൽ ഞങ്ങളുടെ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഒരു മിഷനു വേണ്ടി പോയവരാണ്. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പോകുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കാം, അല്ലേ സാംജി? ഠീക്ക് ഹേ സാബ്. ഇവാനിൻ തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. പാടുന്നോർ പാടട്ടെ, ആടുന്നോരാടട്ടെ, ചേരുന്നോരൊന്നായി ചേരട്ടെ. അതിനു കെൽപ്പുള്ള ഭൂമി നിൻ പർദീസ. പഴയ നോവിന്റെ കൈപ്പൊന്നു, പുതിയ ജന്മം ഇതാണു നിൻ പർദീസ. എന്നാൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? ഫോട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലായിക്കോട്ടെ സാറന്മാരെ. എല്ലാവരും റെഡി ആയിക്കോ. ഈ കണ്ടുമുട്ടലിൻ്റെ ഓർമ്മയ്ക്ക് അല്ല, നിങ്ങളെ ഈ നാട് എതിരേറ്റതിൻ്റെ ഓർമ്മയ്ക്ക് ഒരു അടിപൊളി ഫോട്ടോ. എടുത്തോ.